ചെഗുവേരയ്ക്ക് ദക്ഷിണ അമേരിക്കയിലുടനീളം നടത്തിയ യാത്രകളിൽ ജനങ്ങളുടെ ദരിദ്രമായ ചുറ്റുപാടുകൾ നേരിട്ട് മനസ്സിലാക്കുവാൻ സാധിച്ചിരുന്നു. ഈ യാത്രകളുടെ അനുഭവങ്ങളും അതിൽ നിന്ന് ഉൾക്കൊണ്ട നിരീക്ഷണങ്ങളും ഈ പ്രദേശത്തെ സാമൂഹിക സാമ്പത്തിക അസമത്വങ്ങൾക്കുള്ള പ്രതിവിധി വിപ്ലവമാണെന്ന നിലപാടിലെത്തിക്കുവാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചു. ചിലിയിലൂടെയുള്ള യാത്രയിൽ ഖനി തൊഴിലാളികളുടെ കഷ്ടപ്പാടുകൾ കണ്ട ചെ കുപിതനാവുകയുണ്ടായി. അത്രയ്ക്ക് ദുരിതം നിറഞ്ഞതായിരുന്നു അവരുടെ ജീവിതം. മാച്ചുപിച്ചുവിലെ വിദൂര ഗ്രാമങ്ങളിലെ കഷ്ടതകൾ അദ്ദേഹത്തെ വിഷമിപ്പിച്ചിരുന്നു. ഭൂപ്രഭുക്കളുടെ പീഡനത്തിനിരയാകുന്ന കർഷകരെ അദ്ദേഹം നേരിട്ട് കണ്ടു. ഈ യാത്രയിൽ കണ്ട സംഭവങ്ങളെക്കുറിച്ച് അദ്ദേഹം കുറിപ്പുകൾ സൂക്ഷിച്ചിരുന്നു. മോട്ടോർ സൈക്കിൾ ഡയറീസ് എന്ന പേരിൽ പുസ്തകമായി ഇവ പിന്നീട് പ്രസിദ്ധീകരിച്ചു. ബ്യൂണോസ് ഐറസിലുള്ള വീട്ടിൽ തിരിച്ചെത്തുന്നതിന് മുൻപായി ചെ പെറു, ചിലി, ഇക്വഡോർ, വെനിസ്വേല, പനാമ, ഐക്യനാടുകളിലെ മിയാമി എന്നീ സ്ഥലങ്ങളും സന്ദർശിച്ചു. യാത്രയുടെ അന്ത്യത്തിൽ ചിതറിത്തെറിച്ചു കിടക്കുന്ന ചില രാഷ്ട്രങ്ങൾ എന്നതിലുപരി ലാറ്റിൻ അമേരിക്കൻ പ്രദേശം എന്ന രീതിയിലുള്ള ഒരു കാഴ്ചപ്പാട് അദ്ദേഹത്തിന് ഉരുത്തിരിഞ്ഞു വന്നു. അതിർത്തികളെ അതിലംഘിച്ച് നിൽക്കുന്ന ഒരു ഏകീകൃത ലാറ്റിൻ അമേരിക്കൻ സംസ്കാരം എന്ന ലക്ഷ്യം അദ്ദേഹത്തിന്റെ മനസ്സിൽ രൂപപ്പെടുകയുണ്ടായി. തിരിച്ചുവന്ന് പുനരാരംഭിച്ച പഠനം 1953 പൂർത്തിയാക്കിയതോടെ ചെഗ്വേര ഡോക്ടർ ഏണസ്റ്റോ ചെഗ്വേരയായി മാറി. ലാറ്റിൻ അമേരിക്കൻ യാത്രകളിൽ നിന്ന് ദാരിദ്ര്യത്തെയും പട്ടിണിയെയും രോഗപീഠകളെയും കുറിച്ച് ലഭിച്ച അറിവാകാം ഇത്തരം ദുരനുഭവങ്ങളിൽ നിന്നും ലോകത്തെ മോചിപ്പിക്കണമെന്ന തോന്നല് അദ്ദേഹത്തിൽ ഉളവാക്കിയത്. മാർക്സിസത്തെ പറ്റി കൂടുതലായി പഠിക്കുവാനും ഗ്വാട്ടിമാലയിൽ പ്രസിഡന്റ് ജേക്കബ് അർബൻസ് ഗുസ്മാൻ നടത്തിയ പരീക്ഷണങ്ങളെപ്പറ്റി അറിയുവാനും ഈ അന്വേഷണങ്ങൾ ഇടയാക്കി. ഗ്വാട്ടിമാലയിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിൽ വ്യവസായ മന്ത്രി, ദേശീയ ബാങ്കിന്റെ ചെയർമാൻ തുടങ്ങിയ തസ്തികകൾ വഹിക്കുകയും ചെയ്തിരുന്നു. 1956 മെക്സിക്കോയിലായിരിക്കുമ്പോൾ ചെഗുവേര ഫിഡൽ കാസ്ട്രോയുടെ വിപ്ലവ പാർട്ടിയായ ജൂലൈ 26 മുന്നേറ്റ സേനയിൽ ചേർന്നു. 40 വർഷം മാത്രം നീണ്ടുനിന്ന ജീവിതത്തിനിടയിൽ ലോക സാമ്രാജ്യത്തെ വിറപ്പിച്ച വിശ്വവിമോചന പോരാട്ടത്തിന്റെ പ്രതിരൂപം കൂടിയായിരുന്നു അയാൾ. അർജന്റീനയിൽ ജനിച്ച് ക്യൂബയിൽ വിപ്ലവം ജയിച്ച് ബൊളീവിയൻ പോരാട്ടത്തിനിടയിൽ ലോകത്തിന്റെ രക്തസാക്ഷിയെ മാറുകയായിരുന്നു ചെ. സാധാരണക്കാരനെ അടിമകളാക്കിയ ഫാസിസ്റ്റ് ഭരണകൂടത്തിനെതിരായ പോരാട്ടം മാത്രമായിരുന്നില്ല ചെയുടെ ജീവിതം. വൈദ്യശാസ്ത്ര ബിരുദം നേടിയിട്ടും സമൂഹത്തിലെ തിന്മകൾക്കെതിരെ പോരാടുവാൻ, പ്രതിസന്ധികൾ നിറഞ്ഞ പാതയിലൂടെ സഞ്ചരിക്കുവാനും പുതുയുഗത്തിനു വേണ്ടി ജീവിതം സമർപ്പിക്കുവാനും ചെ എന്ന വിപ്ലവകാരി ഒരു തരിമ്പ് പോലും മടിച്ചു നിന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ലോക ജനതയുടെ മനസ്സിൽ ആളിപ്പടരുന്ന തീപ്പന്തമായി ചെഗുവേര ഇന്നും ജ്വലിച്ചു നിൽക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളെ അറിഞ്ഞു തുടങ്ങും മുൻപേ തന്നെ മതിലിലും മരത്തിലും റോഡിലും പോസ്റ്റിലും കണ്ടു തുടങ്ങിയ കൗതുകം പിന്നീട് ഞരമ്പുകളിൽ തിളച്ചു മറിയുന്ന വികാരമായി. വിശ്വമാനവികതയുടെ വിമോചനത്തിന്റെ കത്തിപ്പടരുന്ന ആൾരൂപം, യൗവനങ്ങളിലെ എരിഞ്ഞു കത്തുന്ന പ്രതിരൂപം, ഒറ്റയ്ക്കൊരു യാത്രയിൽ ലോകം കീഴടക്കുവാൻ തോന്നുന്ന മനോധൈര്യം. അതുകൊണ്ട് തന്നെയാണ് സാമ്രാജ്യത്തിന്റെ വിരിമാറിലേക്ക് നിറയൊഴിക്കുവാൻ തോക്കുയർത്തി നിൽക്കുന്ന അനശ്വര വിപ്ലവകാരി ചെഗുവേരയുടെ ഉജ്ജ്വല സ്മരണ സ്വാതന്ത്ര്യത്തിനും ജനാധിപത്യ അവകാശങ്ങൾക്കും വേണ്ടി പോരാടുന്ന ഓരോ മനുഷ്യന്റെയും പ്രത്യാശയും ആവേശവും പോരാട്ട വീര്യവുമാകുന്നത്. 1964 ഡിസംബർ 11 ന്യൂയോർക്കിൽ നടന്ന ഐക്യരാഷ്ട്രസഭ സമ്മേളനത്തിൽ ചെ പ്രസംഗിച്ചുകൊണ്ടിരിക്കെ അയാൾക്ക് നേരെ വന്ന വെടിയുണ്ടകൾ ചെഗുവേര എന്ന മനുഷ്യനെ ലോക സാമ്രാജ്യത്വം എത്രമാത്രം ഭയപ്പെട്ടിരുന്നു എന്നതിന്റെ ഉദാഹരണമായിരുന്നു. എനിക്കറിയാം നിങ്ങൾ എന്നെ വെടിവെക്കുവാൻ പോവുകയാണ്. ഞാൻ ജീവനോടെ പിടിക്കപ്പെടരുതായിരുന്നു. ഫിദേലിയോട് പറയൂ, ഈ പരാജയം വിപ്ലവത്തിന്റെ അവസാനമല്ല എന്ന്. കുട്ടികളെ നന്നായി പഠിപ്പിക്കുക, സൈനികരോട് നന്നായി ഉന്നം പിടിക്കുവാനും പറയുക. നിങ്ങളൊരു മനുഷ്യനെ മാത്രമാണ് കൊല്ലുന്നത്. ഇതായിരുന്നു ആ മഹാവിപ്ലവകാരി താൻ കൊല്ലപ്പെടും മുൻപ് പറഞ്ഞ അവസാന വാക്കുകൾ. താൻ കൊല്ലപ്പെടാൻ പോകുന്നു എന്ന് ഉറപ്പിച്ച നിമിഷത്തിലും ചെ അവസാനമായി ആവശ്യപ്പെട്ടത് അമേരിക്കൻ കൂലിപ്പട്ടാളം തന്നെ ബന്ദിയാക്കി വെച്ച സ്കൂളിലെ അധ്യാപികയെ കാണണമെന്നായിരുന്നു. അവരോട് സംസാരിച്ചതാകട്ടെ സ്കൂളിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നതും. വധിക്കപ്പെടുന്നതിന് തൊട്ടു മുൻപ് നിന്റെ അറിവില്ലായ്മയെക്കുറിച്ച് നീ ചിന്തിക്കുന്നുവോ എന്ന് മാരിയോ ടെറൻ സലാസർ എന്ന പട്ടാളക്കാരൻ ചെഗ്വേരയോട് ചോദിച്ചു. ഉറച്ചു മറുപടി വന്നു, ഇല്ല, ഞാൻ ചിന്തിക്കുന്നത് വിപ്ലവത്തിന്റെ അമരത്വത്തെക്കുറിച്ചാണ്. തെരാൻ തന്നെ വധിക്കുവാൻ കുടിലിലേക്ക് കടന്നപ്പോൾ ചെ അയാളോട് പറഞ്ഞു, എനിക്കറിയാം നീ എന്നെ കൊല്ലാനാണ് വന്നിരിക്കുന്നതെന്ന്. നിറയൊഴിക്കു ഭീരു, നീ ഒരു മനുഷ്യനെ മാത്രമാണ് കൊല്ലാൻ പോകുന്നത്. തെരാൻ ഒന്നു പതറിയെങ്കിലും തന്റെ യന്ത്രത്തോക്കുകൊണ്ട് ചെഗുവേരയ്ക്ക് നേരെ നിറയൊഴിച്ചു. കൈകളിലും കാലിലും വെടിവെച്ചു. ചെ നിലത്തു വീണു പിടഞ്ഞു. കരയാതിരിക്കാനായി തന്റെ കയ്യിൽ ചെ കടിച്ചു പിടിച്ചു. ടെറാൻ പിന്നീട് തുരുതുരാ നിറയൊഴിച്ചു. നെഞ്ചിലുൾപ്പെടെ 9 പ്രാവശ്യം ടെറാൻ ചെഗുവേരയ്ക്ക് നേരെ നിറയൊഴിച്ചിരുന്നു. 5 പ്രാവശ്യം കാലുകളിലായിരുന്നു. 2 യഥാക്രമം വലത് തോളിലും കൈയിലും, 1 നെഞ്ചിലും. അവസാനത്തേത് ഖണ്ഡനാളത്തിലുമായിരുന്നു വെടിയേറ്റത്.
മരണശേഷം ചെഗുവേരയുടെ ശവശരീരം ഒരു ഹെലികോപ്റ്ററിന്റെ വശത്ത് കെട്ടിവെച്ച നിലയിലാണ് കൊണ്ടുപോയത്. വലേൻ ഗ്രാൻഡയിലുള്ള ഒരു ആശുപത്രിയിലെ അലക്കുമുറിയിലാണ് ചെഗുവേരയുടെ മൃതശരീരം കിടത്തിയിരുന്നത്. മരിച്ചത് ചെഗുവേര തന്നെയെന്ന് ഉറപ്പിക്കുവാനായി ധാരാളം ദൃക്സാക്ഷികളെ കൊണ്ടുവന്ന് ശരീരം കാണിച്ചിരുന്നു. അതിൽ പ്രധാനിയായിരുന്നു ബ്രിട്ടീഷ് പത്രലേഖകനായിരുന്ന റിച്ചാർഡ് ഗോട്ട്. ഇദ്ദേഹമാണ് ജീവനോടെ ചെഗുവേരയെ കണ്ട ഏക സാക്ഷി. മരിച്ചു കിടന്ന ചെഗുവേരയെ അവിടുത്തെ ആളുകൾ ഒരു വിശുദ്ധനെ പോലെയാണ് നോക്കിക്കണ്ടത്. ബൊളീവിയയിലെ ചില കർഷക ഗോത്രങ്ങൾ ചെഗുവേരയെ വിശുദ്ധനായി ഇന്നും കണക്കാക്കപ്പെടുന്നുണ്ട്. അദ്ദേഹത്തിന്റെ സഹായത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. തന്റെ ജീവിതത്തിലെ ഏറ്റവും നിർഭാഗ്യകരമായ സംഭവമായാണ് പിൽക്കാലത്ത് മാരിയോ ടെറാൻ ആ സംഭവത്തെ വിശേഷിപ്പിച്ചത്. ചെഗുവേരയുടെ തിളങ്ങുന്ന കണ്ണുകളും അവസാന നിമിഷവും നിർഭയനായി അദ്ദേഹം പറഞ്ഞ വാക്കുകളും ഒരിക്കലും തനിക്ക് മറക്കാനാവില്ലെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ കൊല്ലാൻ പോകുന്നത് ഒരു മനുഷ്യനെയാണ്, അതുകൊണ്ട് തന്നെ കണ്ണിലേക്ക് നോക്കി വെടിവെക്കൂ എന്ന് ചെഗുവേര അന്ന് പറഞ്ഞിരുന്നതായി ടെറാൻ പിന്നീട് വെളിപ്പെടുത്തിയിരുന്നു.